ലോകത്തിന് ആശങ്കയായി കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ. ആഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് ബാധ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലും സ്ഥിരീകരിച്ചു. ഇതുവരെയുള്ള സ്ഥിരീകരിച്ച വൈറസുകളിൽ ഏറ്റവും അപകടകാരിയായ വൈറസാണ് ഒമിക്രോൺ എന്നും അതീവ ജാഗ്രത വേണമെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട്. 7 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വിവിധ ലോകരാജ്യങ്ങൾ യാത്രാ നിരോധനം ഏർപ്പെടുത്തി. ഒമിക്രോണിനെ കുറിച്ച് അറിയാൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു വിശദാംശങ്ങളുമായി ചേരുന്നു. കിരൺ, ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് ആ പുതിയ കൊറോണയുടെ വേരിയന്റിന് എത്രത്തോളം അപകടകാരിയാണ്, ഏത് രീതിയിലുള്ള അപകടമാണ് ഉണ്ടാക്കുക, പ്രതിരോധം എങ്ങനെയാണ് ദുർബലപ്പെടുത്തുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാമാണ്. എന്താണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം? കൊടിയ ദുരിതത്തിൽ നിന്ന് ഒരു തരത്തിലൊന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു. അപ്പോഴാണ് പുതിയതിന്റെ വരവ്, ഒമിക്രോൺ. എന്തുകൊണ്ടാണ് ഒമിക്രോൺ ഏറ്റവും അപകടകാരിയാകുന്നത്? നിലവിലെ വാക്സിനുകളൊന്നും ഫലപ്രദമാണോ എന്നതിൽ വ്യക്തത ഇപ്പോഴുമില്ല. അല്ല എന്നാണ് കൂടുതൽ വിദഗ്ധരുടെ അഭിപ്രായം. എന്നാൽ ഇതിൽ സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. വാക്സിൻ എടുത്തവർക്ക് 40% മാത്രമാണ് ഈ വൈറസിനുള്ള പ്രതിരോധ ശേഷിയുള്ളത്. 32 തവണ ജനിതകമാറ്റം സംഭവിച്ച വൈറസാണിത്. അതിവേഗ വ്യാപനമാണ് ഈ വൈറസിന്റെ പ്രത്യേകത. കോശങ്ങളിലേക്ക് അതിവേഗത്തിലാണ് ഇത് പ്രവേശിക്കുന്നത്. പ്രഹരശേഷിയും മറ്റ് വേരിയന്റുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലുമാണ്. ഇതിന്റെ ഉത്ഭവം ദക്ഷിണാഫ്രിക്കയിലാണ്. ബോട്സ്വാനിയ, ഹോങ്കോങ്, ഇസ്രയേൽ, ബെൽജിയം എന്നിവിടങ്ങളിലും ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ തന്നെ 7 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് യാത്രാ നിരോധനം ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ദക്ഷിണാഫ്രിക്ക, നമീബിയ, ബോട്സ്വാനിയ, സിംബാബ്വെ, ലെസഞ്ഞോ, മൊസാംബിക്, എസ്വാറ്റിനി തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് യാത്രാ നിരോധനം നിലവിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ അടിയന്തര ഫലവും ലോക വിപണിയിൽ തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. യാത്രാ നിരോധനം വന്നു. ഒപ്പം തന്നെ ഓഹരി വിപണിയിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ധനവിലയിലും ഇടിവുണ്ടായിരിക്കുന്നു. സ്വർണ്ണവില കുതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് പ്രാഥമികമായി ഒമിക്രോണിനെ കുറിച്ച് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. കിരൺ, വാക്സിനുകൾ ഫലപ്രദമല്ല എന്നുള്ള കണ്ടുപിടുത്തലുകളിലേക്കും അല്ലെങ്കിൽ ആ രീതിയിലുള്ള റിപ്പോർട്ടുകളിലേക്കും കാര്യങ്ങൾ പോവുകയാണ്. അത് സംബന്ധിച്ച് എന്ത് വിവരങ്ങളാണ് കൂടുതലുള്ളത്? വാക്സിനുകൾ ഫലപ്രദമല്ല എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം WHO ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ സൂചിപ്പിക്കുന്ന പഠനങ്ങളിലെല്ലാം തന്നെ വരുന്നത് നിലവിലുള്ള ഒരു വാക്സിനും ഇതിനെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല എന്നുള്ളതാണ്. 2 വാക്സിൻ എടുത്തവർക്ക് പോലും 40% മാത്രമാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരു വാക്സിൻ ഇനി ഇതിനുവേണ്ടി കണ്ടെത്തേണ്ടി വരും. ഈ രോഗം പരമാവധി വ്യാപിക്കാതെ ആ ഉത്ഭവ കേന്ദ്രത്തിൽ തന്നെ നിർത്താനുള്ള ശ്രമമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യാത്രാ നിരോധനം അടക്കം ഏർപ്പെടുത്തിയിരിക്കുന്നത്. WHO ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റൈറ്റ്, ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആർ കിരൺ ബാബു.